ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ 2 സവാള, ഒരു സവാള ഞാൻ ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് മല്ലിയില, ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ. അത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. സവാള ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ചോപ്പറിട്ടൊന്ന് അടിച്ചെടുക്കാം. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങൾ, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കരിവേപ്പിലയിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ചോപ്പറിട്ടൊന്ന് അടിച്ചിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടി, ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സമൂസയുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഓരോ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ താഴോട്ടൊന്ന് മടക്കി അത് തിരിച്ച് ആ അറ്റം പിടിച്ച് തിരിച്ചൊന്ന് മടക്കി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാവരും പുറത്തു നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ. ഇത് മൈദയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഒരുപാടങ്ങ് നിറയ്ക്കേണ്ട കേട്ടോ ഫില്ലിങ്സ്. അപ്പോൾ ഒരുപാടായാൽ നമുക്കിത് ഇതിൻ്റെ സമൂസ ഷീറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ എണ്ണ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഒന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് പെട്ടെന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കോരിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് വാങ്ങിച്ച് മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താങ്ക് യു.